ഹലോ, നമ്മൾ 6th ചാപ്റ്ററിലെത്തിയിരിക്കുകയാണ്. 6th ചാപ്റ്ററിൻ്റെ പേരാണ് നാവ് ബനാവോ നാവ് ബനാവോ. നാവ് എന്ന് പറഞ്ഞാൽ ബോട്ടാണ്, തോണി, ബോട്ട് എന്നൊക്കെ പറയും. അപ്പോൾ നാവ് ബനാവോ എന്ന് പറഞ്ഞാൽ കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കൂ. നാവ് ബനാവോ നാവ് ബനാവോ. നമുക്ക് ഈ പോയം ഒന്ന് വായിച്ചു നോക്കിയാലോ. नाव बनाओ भैया मेरे जल्दी आओ. നാവ് ബനാവോ, തോണി ഉണ്ടാക്കി തരൂ, എനിക്ക് ബോട്ട് ഉണ്ടാക്കി തരൂ. ഭയ്യ മേരെ, ചേട്ടനോടാണ് കുട്ടി പറയുന്നത്. ഭയ്യ മേരെ ജൽദി ആവോ, ചേട്ടാ പെട്ടെന്ന് വരൂ, എന്നിട്ട് എനിക്കൊരു തോണി ഉണ്ടാക്കി തരൂ. വാ ദേക്കോ പാനി ആയാ ഹേ, ദൂരെ ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്. വാ ദേക്കോ, അവിടേക്ക് നോക്കൂ, പാനി ആയാ ഹേ, വെള്ളം വന്നിട്ടുണ്ട്. ഘിർ ഘിർ കർ ബാദൽ ഛായാ ഹേ, ആകാശത്ത് നിറയെ ക്ലൗഡ്സ് നിറഞ്ഞിട്ടുണ്ട്. സാത് സമുന്ദർ ഭർലായാ ഹേ. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ തോന്നുന്നത് എന്താണ്? സാത് സമുന്ദർ, 7 കടലിലെയും വെള്ളം അതിൽ നിറച്ച് വെച്ചിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. തും രസ് കാ സാഗർ ഭർലാവോ ഭയ്യ മേരെ ജൽദി ആവോ. തും രസ് കാ സാഗർ ഭർലാവോ എന്ന് പറഞ്ഞാൽ ചേട്ടനോട് പറയാണ്, എനിക്കൊരു തോണി ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? മഴ പെയ്ത് ഇവിടെയൊക്കെ വെള്ളം നിറയുമ്പോൾ അതിൽ ഞാൻ കളിക്കും. അപ്പോൾ എനിക്ക് നല്ല രസമായിരിക്കും അല്ലേ, എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷം എനിക്ക് തരൂ ചേട്ടാ, പെട്ടെന്ന് വരൂ എന്ന് പറയാണ്. പാനി സച്മുച്ച് ഖൂബ് പടേഗാ, ലംബി ചോട്ടി ഗലി ഭരേഗാ, लाकर घर में नदी धरेगा. പാനി സച്മുച്ച് ഖൂബ് പടേഗാ. കുട്ടി ആകാശത്തേക്ക് നോക്കിയപ്പം കുറേ ക്ലൗഡ്സ് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ കുട്ടി പറഞ്ഞു, ഉറപ്പായിട്ടും ഈ മഴ പെയ്ത് കഴിയുമ്പം സച്മുച്ച് ഖൂബ് പാനി, കുറേ വെള്ളം വരും. ലംബി ചോട്ടി ഗലി ഭരേഗാ. ലംബി എന്ന് പറഞ്ഞാൽ നീളമുള്ള, ചോട്ടി എന്ന് പറഞ്ഞാൽ ചെറുത്. അതായത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്ട്രീറ്റുകളും വെള്ളത്തിൽ നിറയും, വെള്ളം കൊണ്ട് നിറയും. ലാക്കർ ഘർമേ നദി ധരേഗ, നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒരു നദി ഒഴുകുന്നത് പോലെ തോന്നും. ऐसे में तुम भी लहराओ भैया मेरे जल्दी आओ. അപ്പോൾ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ തൊട്ടടുത്ത് കൂടി നദി ഒഴുകും പോലെ ഉണ്ടാവില്ലേ, ആ ഒരു വെള്ളത്തിൽ നമുക്ക് കളിക്കാം. ലഹരാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഓളത്തിനനുസരിച്ച് കളിക്കുകയാണ്. അപ്പോൾ ചേട്ടനെയും ക്ഷണിക്കുകയാണ്, ഭയ്യ മേരെ ജൽദി ആവോ, ചേട്ടാ വേഗം വരൂ. ഗുല്ലക് ബാരി അപ്നി ഖോലോ, ഹൽക്കി മേരി നഹി ടട്ടോലോ, पैसे നയേ നയേ ഹീറോലോ. ഖുല്ലക് ബാരി, ഖുല്ലക് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിനാണ് ഖുല്ലക് എന്ന് പറയാം. നിങ്ങൾക്ക് പിഗ്ഗി ബാങ്കൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള പിഗ്ഗി ബാങ്കിനെ പറ്റിയാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഖുല്ലക് ബാരി. അപ്പോൾ ഒരു പിഗ്ഗി ബാങ്ക് ഭാരി ആവാന്ന് പറഞ്ഞാൽ എന്താ? അതിൽ കൂടുതൽ പൈസ ഉണ്ടാവും. അപ്നി ഖോലോ, ചേട്ടനോടാ പറയുന്നത്. ഹൽക്കി മേരി, എൻ്റെത് ഭയങ്കര ഹൽക്കിയാണ്, ഭയങ്കര വെയിറ്റ് ഇല്ലാത്തതാണ്, അപ്പം അതിൽ കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പം ചേട്ടാ ചേട്ടൻ്റെ ഗുല്ലക്ക് തുറക്കൂ, എന്നിട്ട് അതിൽ നിന്ന് നേ നേ പൈസയൊക്കെ അതിൽ നിന്ന് എടുക്കൂ. എന്തിനാ പൈസ? ഫിർ ബസാർ ലബക് തും ലാവോ ഓ ഭയ്യ മേരെ ജൽദി ആവോ. എന്നിട്ട് പൈസയൊക്കെ എടുത്തിട്ട് വേഗം പെട്ടെന്ന് തന്നെ ബസാറിലേക്ക് പോവൂ. ഇപ്പോഴും എന്തിനായിരിക്കും അല്ലേ ബസാറിൽ പോകുന്നത് പൈസ എടുത്തിട്ട്? ലേ ആവോ കാഗജ് ചംകീല. എന്ത് ബോട്ടാണ് ഈ കുട്ടി ഉണ്ടാക്കി തരാൻ വേണ്ടി ചേട്ടനോട് പറയുന്നത്? കടലാസിൻ്റെ ബോട്ട് അല്ലേ, പേപ്പർ ബോട്ടാണ്. അപ്പം അതുണ്ടാക്കണമെങ്കിൽ നല്ല ഭംഗിയുള്ള പേപ്പറുകൾ വേണ്ടേ? പേപ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കണം. പേപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കണമെങ്കിലോ പൈസ വേണം. അപ്പം അതിനാണ് ഗുല്ലക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ചേട്ടനോട് പൈസ എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് ലേ ആവോ കാഗജ് ചംകീല, എന്നിട്ട് നല്ല ചംകീല, നല്ല തിളങ്ങുന്ന പേപ്പറുകൾ വാങ്ങിയിട്ട് വരൂ. ലാൽ ഹരായ നീല പീല, റെഡോ ഗ്രീനോ നീലയോ മഞ്ഞയോ, രംഗ് ബിരംഗ ഖൂബ് രംഗീല, ഏത് കളറായാലും കുഴപ്പമില്ല, നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പേപ്പറുകൾ വാങ്ങിയിട്ട് വരൂ. ഖേച്ചി ചുടുക്കി ഹാത്ത് ചലാവോ. കേച്ചി എന്ന് പറഞ്ഞാൽ കത്രിക. കത്രികയൊക്കെ കയ്യിലെടുത്ത് പെട്ടെന്ന് വെട്ടിയിട്ട് ഭയ്യ മേരെ ജൽദി ആവോ,
അതൊക്കെ കത്രികയൊക്കെ എടുത്ത് വെട്ടി പെട്ടെന്ന് തന്നെ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ചേട്ടാ വേഗം വരൂ എന്ന് പറയാം. ചപ് ചപ് കർ കൂടെ സെ അടത്തി ബൂന്തോ ലഹരോ ലടത്തി ബടത്തി സബ്കി ആങ്കോ ചടത്തി ചടത്തി. അതായത് ചപ് ചപ് കർ കൂടെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്. സാധാരണ ഇപ്പോൾ സ്ട്രീറ്റിൽ വെള്ളമൊക്കെ നിറയുന്ന സമയത്ത് അതിലൂടെ നമ്മുടെ തോണി ഒഴുകി പോകുന്ന സമയത്ത് ചിലപ്പം വേസ്റ്റിലൊക്കെ കുത്തി നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലേ? അതേപോലെ ബൂന്തവും ലഹരവും നിറയെ വെള്ളവും പിന്നെ അതുപോലെ ഒഴുക്കും തിരമാലകളും ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ കുടുങ്ങിയൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നിൽക്കാതെ അതിനെയൊക്കെ തോൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന നല്ല ഭംഗിയുള്ളൊരു തോണി തന്നെ എനിക്ക് നിങ്ങൾ ഉണ്ടാക്കി തരണം. നല്ല ഭംഗിയുള്ളൊരു പേപ്പർ ബോട്ട് തന്നെ ചേട്ടൻ എനിക്ക് ഉണ്ടാക്കി തരണം. സബ്കി ആങ്കോ ചടത്തി ചടത്തി. എല്ലാവരുടെയും കണ്ണ് അതിലേക്ക് തന്നെ ആയിരിക്കണം. അല്ലെങ്കിലും നല്ല ഭംഗിയുള്ളൊരു സാധനം പോകുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് അതിനെ ഒന്ന് നോക്കൂലേ? അതേപോലെ ഈ വെള്ളത്തിലൂടെ ഒഴുകുന്ന എൻ്റെ ബോട്ടിനെ എല്ലാവരും നോക്കണം എന്നാണ് കുട്ടി പറയുന്നത്. നാവ് തേരാ മുജ്കോ ഹർഷാവോ ഭയ്യാ മേരെ ജൽദി ആവോ. നാവ് തൈര ബോട്ട് തുഴയാൻ വേണ്ടി അല്ലെങ്കിൽ ബോട്ട് ഒഴുക്കാൻ വേണ്ടി മുജ്കോ ഹർഷാവോ. ഹർഷാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ നമ്മൾ ഒരാളെ cheer ചെയ്യില്ലേ, നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യില്ലേ, അങ്ങനെ തോണി തുഴയാൻ വേണ്ടി ഇല്ലെങ്കിൽ ഈ ബോട്ട് ഒഴുക്കാൻ വേണ്ടി എന്നെ ഹർഷാവോ ഭയ്യാ മേരെ ജൽദിയാവോ. ക്യാ കേത്തെ മേരെ ക്യാ ബസ്കാ. അപ്പം ചേട്ടൻ എന്താ പറയുന്നത്? ക്യാ കേത്തെ, എന്താ ഈ പറയുന്നത്? മേരെ ക്യാ ബസ്കാ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ല എന്ന് പറയും ചേട്ടൻ. അപ്പോൾ കുട്ടി പെട്ടെന്ന് ക്യോ, അതെന്താ അങ്ങനെ, വൈ, തബ് ഫിർ യേ കിസ്കെ ബസ്കാ. ഇപ്പം ചേട്ടന് പറ്റിയില്ലെങ്കിൽ പിന്നെ ഇത് ആര് ചെയ്യാൻ പറ്റുന്ന പണിയാ? ഇതൊക്കെ പിന്നെ ആർക്കാ ചെയ്യാൻ പറ്റുക? ചോട് സബി ഹേ ബസ് ആലസ്കാ. ഇതൊക്കെ വെറുതെ പറയണ്ട, എനിക്കറിയാം. ആകെയുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അത് ആലസ് എന്ന് പറഞ്ഞാൽ മടി, ലേസിനെസ്. അപ്പോൾ ചേട്ടൻ എന്തായാലും ഇത് പറ്റുന്ന കാര്യമാണ്, എല്ലാം വിട്, ചേട്ടന് ആകെയുള്ളത് മടിയാണ്. ആ മടി ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായാലും ഇതൊക്കെ എനിക്ക് ചേട്ടന് എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. ആലസ് ചോടോ സബ് കർ പാവോ. മടി ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാം ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഭയ്യാ മേരെ ജൽദിയാവോ. നിങ്ങൾ മഴക്കാലത്ത് ഇതേപോലെ ബോട്ടൊക്കെ ഉണ്ടാക്കി വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടോ ഇതുവരെ? ബോട്ട് ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കി കളിക്കാൻ നല്ല രസമാണല്ലേ? ഓക്കെ, ഈ പോയം എഴുതിയിരിക്കുന്നത് ഹരികൃഷ്ണദാസ് ഗുപ്ത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബായ്.